പത്തനംതിട്ടയിൽ 6 വയസ്സുള്ള കുട്ടിയെ വധിക്കാൻ ശ്രമിച്ച സംഭവം. അഡ്വക്കേറ്റ് എസ് കാർത്തികയെ പത്തനംതിട്ട ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് മാറ്റി. വീട് കയറി ആക്രമിക്കുകയും 6 വയസ്സുള്ള കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് കാർത്തികയെ അന്വേഷണ വിധേയമായി കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. മലയാലപ്പുഴ പോലീസ് കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 4ാം പ്രതിയാണ് കാർത്തിക. മലയാലപ്പുഴ സ്വദേശിനി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മാറ്റി നിർത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മലയാലപ്പുഴ പോലീസ് കേസെടുത്തത്. കാർത്തികയുടെ ഭർത്താവ് അർജുൻ ദാസ് 1ാം പ്രതിയും കാർത്തിക 4ാം പ്രതിയുമാണ്. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അർജുൻ ദാസിനെ അടുത്തിടെ CPM പുറത്താക്കിയിരുന്നു. അർജുൻ ദാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാനെന്ന വ്യാജേന ഏറെ നാളായി അനധികൃതമായി മണ്ണും പാറയും കടത്തുകയായിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന ലേബലിൽ സർക്കാരിന്റെ യാതൊരുവിധ അനുവാദവും വാങ്ങാതെയാണ് പാറയും മണ്ണ് ഖനനവും ചെയ്ത് കടത്തിയിരുന്നത്. ഇത് പോലീസ് പിടികൂടിയത് ജീനയുടെ ഭർത്താവ് രാജേഷ് ഒറ്റിക്കൊടുത്തതാണെന്ന് പറഞ്ഞ് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. ഇതിനെതിരെ മലയാലപ്പുഴ പോലീസിൽ രാജേഷ് പരാതി നൽകിയിരുന്നു. ഈ 2 വിരോധവും കാരണമാണ് മാർച്ച് 1 രാത്രി തങ്ങളുടെ വീടിന് മുന്നിൽ വെച്ച് 4-അംഗ സംഘം ആക്രമിക്കാൻ മുതിർന്നതെന്നാണ് ജീനയുടെ മൊഴി. അനധികൃത പാറക്കടത്തുമായി ബന്ധപ്പെട്ട CPM ബ്രാഞ്ച് സെക്രട്ടറി അർജുൻ ദാസിനെതിരെ പാർട്ടി അംഗങ്ങൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതേസമയം പരാതി വ്യാജമാണെന്നും മലയാലപ്പുഴ പോലീസ് അന്യായമായാണ് കേസെടുത്തതെന്നും ഇതിനെതിരെ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കാർത്തിക പ്രതികരിച്ചു. ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കിയിരുന്നു.